എല്ലാവർക്കും നമസ്കാരം. KTU പോർട്ടലിലെ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ, അതായത് സ്റ്റുഡൻറ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ KTUവിൻ്റെ സൈറ്റ് എടുക്കുക. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ഫോർ KTU ഗവേൺസ് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ID വെച്ചിട്ട് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് കയറാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ നമ്പറാണ്. പാസ്വേഡ്, ഇനീഷ്യൽ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. എക്സാമ്പിളായിട്ട് ഞാനൊരു യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ, ഇതാണ് കുട്ടിയുടെ യൂസർ നെയിം വിചാരിക്കുക. അതിൽ പാസ്വേഡ്, കുട്ടി ജനിച്ചത് January 1, 2001 ജനിച്ചാൽ കുട്ടിയുടെ പാസ്വേഡ് ഇതായിരിക്കും 01012001. അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് അപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡ് മാറ്റണം. പാസ്വേഡ് അപ്പം തന്നെ മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇതാണ് പിന്നെ കാണുന്ന വിൻഡോ. അതിൽ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം ഉണ്ടായിരിക്കും, തൊട്ടപ്പുറത്ത് പാസ്വേഡ്, അതായത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അതായത് തുടങ്ങുന്നത് ഒരു ആൽഫബറ്റ് വെച്ചിട്ടായിരിക്കണം, അതിൽ ഒരു ഡിജിറ്റ് ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, മിനിമം ലെങ്ത് 6 ആയിരിക്കണം. അത് ഞാൻ ഒന്നുകൂടി പറയാം. പുതിയ പാസ്വേഡിൻ്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെയാണ്: തുടങ്ങുന്നത് ആൽഫബറ്റിൽ നിന്നായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, മിനിമം 6 ലെങ്ത് ആയിരിക്കണം. സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് എക്സ്ക്ലമേഷൻ മാർക്ക്, ആമ്പർസെൻറ്റ്, ഹാഷ്, $, അതായത് 1 മുതൽ 8 വരെയുള്ള ഡിജിറ്റിൻ്റെ മുകളിലുള്ളതാണ് ഈ സ്പെഷ്യൽ ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ലോഗിൻ ചെയ്തിട്ട് വേണം KTUയുടെ പോർട്ടലിൽ കയറാൻ. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ ആണ് വരിക. നിങ്ങളുടെ വിൻഡോയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടാബുകളൊന്നും ഉണ്ടാവില്ല. ഇത് കോളേജിൻ്റെ ലോഗിനിൽ നിന്ന് കയറിയ കാരണമാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ അപ്ലോഡ് സ്റ്റുഡൻറ്റ് പിക്ചർ ആൻഡ് അപ്ലോഡ് സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ. ഇതിൽ നിങ്ങളുടെ റീസെൻ്റ്ലി എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, അതായത് മുഖം വ്യക്തമായ കാണുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ BTech കഴിഞ്ഞ് പോകുമ്പോഴും 2 വർഷം കഴിഞ്ഞ് MCA MTech കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, ആ സർട്ടിഫിക്കറ്റിൽ ഈ ഫോട്ടോ ആണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അച്ചടിച്ച് വരിക. അപ്പോൾ അത് നല്ലൊരു വ്യക്തമായൊരു ഫോട്ടോ ആയിരിക്കണം. പിന്നെ ഈ ഫോട്ടോയുടെ സൈസ് 35 KB താഴെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം റെസൊല്യൂഷൻ്റെ സൈസ് 170x150 ആണ്. അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് 100x100, അതായത് ഹൈറ്റ് 100, വിഡ്ത്ത് 100, അങ്ങനെയുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് ഫോട്ടോ നല്ല സൈസുള്ള ഫോട്ടോ ആണ് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാൽ ഗൂഗിളിൽ ഓൺലൈൻ ഫോട്ടോ റീസൈസർ എന്നുള്ള ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് പെയിൻറ്റ് എടുത്തിട്ട് അതിൽ പിക്സൽ എടുത്തിട്ട് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം. അതുപോലെ തന്നെ സെയിം തന്നെയാണ് സിഗ്നേച്ചർ നല്ല വ്യക്തമായ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അത് നിങ്ങൾ സ്കാൻ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫയൽ എടുക്കുക, ഇവിടെ ബ്രൗസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഇവിടെ വരും. ഇനി അടുത്തത് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഈ ബേസിക് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ പേരാണ്. നിങ്ങളുടെ പേര് 3 സെല്ലിൽ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്, അതായത് ഫസ്റ്റിനെയും മിഡിലിനെയും ലാസ്റ്റിനെയും. ഈ 3 സെല്ലുകളുടെ കോമ്പിനേഷനാണ് നിങ്ങളുടെ പേര്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ SSLC ബുക്കിൽ നിങ്ങളുടെ എന്താണോ പേര് അതാണ് യൂണിവേഴ്സിറ്റിയിലെ പേര്. SSLC ബുക്കിൽ നിങ്ങൾക്ക് ഡോട്ട് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഇനീഷ്യലിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഡോട്ട് ഉണ്ടായിരിക്കാം. യൂണിവേഴ്സിറ്റിയിൽ ഡോട്ട് ആക്സെപ്റ്റബിൾ അല്ല, ഡോട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം സ്പേസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പേരിൻ്റെ അവിടെയൊക്കെ ഒരു ആഷ് കളർ ഉണ്ടായിരിക്കും. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ കിട്ടിയല്ലോ,
രജിസ്റ്റർ നമ്പർ കിട്ടിയല്ലോ, അതിന് വേണ്ടിയിട്ട് കോളേജ് നിങ്ങളുടെ ഡാറ്റ, ബേസിക് മാൻഡേറ്ററി ഡാറ്റകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒരിക്കലും എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുള്ളതാണെന്ന് പറയാൻ വെച്ചാൽ നിങ്ങൾ വിത്ത് പ്രൂഫ് സഹിതം നിങ്ങളുടെ ടീച്ചർ മുഖേന ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ അത് മാറ്റാനുള്ള സംവിധാനം അവർ ചെയ്യും. അതായത് ഈ മാൻഡേറ്ററി ഫീൽഡുകൾ, ബാക്കിയുള്ള ഡാറ്റകളൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്, അതൊരിക്കലും തെറ്റാനും പാടില്ല. ഈ മാൻഡേറ്ററി ഫീൽഡുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിക്കേ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഫസ്റ്റ് നെയും മിഡിൽ നെയും ലാസ്റ്റ് നെയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജെൻഡർ നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുക്കാം. പിന്നെ ആധാർ നമ്പർ, മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ആധാർ നമ്പർ ഉണ്ടായിരിക്കും. ഇനി അഥവാ ആർക്കെങ്കിലും ആധാർ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ വിൻഡോ വരും. ഐ ഡിക്ലെയർ ദാറ്റ് ഐ വിൽ പ്രൊവൈഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് വിത്ത് ഇൻ 2 months ടൈം. അവിടെ ഓക്കെ പറഞ്ഞാൽ ഇവിടെ അത് ആക്സെപ്റ്റബിൾ ആവും. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്കത് ചെയ്യണ്ട. ഇനി അത് നാഷണാലിറ്റി, നിങ്ങളുടെ നാഷണാലിറ്റി എല്ലാവർക്കും അറിയാം, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്. പിന്നെ നിങ്ങളുടെ മദർ ടങ്ക്, റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം, ജെയിൻ, സിഖ്, ബുദ്ധിസ്റ്റ്, അതർ. ഇതിലുള്ളത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്താണോ ഇവിടെ കാസ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ റിലീജിയൻ സെലക്ട് ചെയ്ത് അതിൻ്റെ കാസ്റ്റ് ഇവിടെ വരും. അതിൻ്റെ കാറ്റഗറിയാണ് ഇതുള്ളത്. ഇത് മാൻഡേറ്ററി ഫീൽഡാണ് കാറ്റഗറി. എല്ലാ കുട്ടികൾക്കും അവരുടെ റിലീജിയനും കാസ്റ്റും അതിൻ്റെ കാറ്റഗറിയും ഒക്കെ അറിയാവുന്നതാണ്. അത് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെയുള്ളത് ബ്ലഡ് ഗ്രൂപ്പാണ്. ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് ചെയ്യുക. ഫാമിലി ആനുവൽ ഇൻകം, അതായത് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ഡാറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. സിയുടെ സൈറ്റിൽ കൊടുക്കാനും എല്ലാത്തിനും അഡ്മിഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് എവിടെന്നെങ്കിലും ഫാമിലി ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് അവിടെ ടൈപ്പ് ചെയ്യുക. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസ് മാത്രമേ ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതായത് അംഗപരിമിതരൊക്കെയാണ് ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഫസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അത് കോളേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ കോട്ട മെറിറ്റ് വഴിയാണ് അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ ഇവിടെ മെറിറ്റ് ഉണ്ടായിരിക്കും. മെറിറ്റ് എന്നുള്ള ലിസ്റ്റിലാണ് വരുന്നത്. അടുത്തത് നിങ്ങളുടെ കോളേജ് രജിസ്റ്റർ നമ്പർ, അഡ്മിഷൻ നമ്പർ ഉണ്ട്, അത് കറക്റ്റാണെന്ന് നോക്കുക. അഡ്മിറ്റഡ് പ്രോഗ്രാം ബിടെക്, നിങ്ങളുടെ ബ്രാഞ്ച് ഉണ്ടാവും, നിങ്ങളുടെ ഡിവിഷൻ ഉണ്ടാവും. പിന്നെ അഡ്മിറ്റഡ് കാറ്റഗറി, അതായത് അഡ്മിഷൻ കോട്ട മെറിറ്റ് ആണെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. അത് നിങ്ങളുടെ ഡാറ്റ ഷീറ്റിൽ കാണാം, നിങ്ങൾ ഏത് കാറ്റഗറി വെച്ചിട്ടാണ് അഡ്മിഷൻ എടുത്തതെന്ന്. അതിനനുസരിച്ച് ഇവിടെ മാറ്റ്. എല്ലാ കുട്ടികളുടെ അഡ്മിഷൻ ടൈപ്പ് റെഗുലറാണ്. ഈ അഡ്മിഷൻ കോട്ട തന്നെ 3 തരത്തിലാണ് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ കോട്ട ഉള്ളത്. ഒന്ന് മെറിറ്റ്, അടുത്തത് മാനേജ്മെൻറ്റ്, പിന്നെ NRI. അപ്പം മാനേജ്മെൻറ്റ് അഡ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ കോട്ട മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഈ അഡ്മിറ്റഡ് കാറ്റഗറി ഡിസേബിൾഡ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് ആവും. പിന്നെ നമ്മൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് NRI. അഡ്മിഷൻ കോട്ട NRI ആണെങ്കിൽ അഡ്മിറ്റഡ് കാറ്റഗറി അതെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് ആവും. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഈ റിമാർക്സ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ട്, പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് വന്ന് താമസിക്കാൻ വിചാരിക്കുക കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അതിലേക്കാണ് കമ്മ്യൂണിക്കേഷനൊക്കെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് വരുന്നതെന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് വരിക. പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം വീട് എവിടെയാണോ അതാണ് പെർമനൻറ്റ് അഡ്രസ്സ്. ലാൻഡ് ലൈൻ നമ്പർ വേണമെന്നില്ല, നിങ്ങളുടെ ഡിസ്ട്രിക്ട് കൊടുക്കുക, ഡിസ്ട്രിക്ട് പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ഡിസ്ട്രിക്ട് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കണം. ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ മെയിൽ ഐ ഡി. ഈ മെയിൽ ഐ ഡി പെർമനൻറ്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഈ അഡ്രസ്സൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോസ്റ്റലായിട്ട് അയക്കുക. അപ്പോൾ അഡ്രസ്സ് ആ നേരത്തെ ഈ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്ഷനും ഇല്ല. അപ്പോൾ അഡ്രസ്സൊക്കെ വളരെ വ്യക്തമായി പിൻകോഡ് വെച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൽ ഐ ഡി. ഈ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ട് കാര്യമില്ല.
ഈ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പാസ്വേഡ് നിങ്ങൾ ഡിസേബിൾഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് ആവും. അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ മെയിൽ അയച്ചു കൊടുത്താൽ തിരിച്ച് മെയിലിലേക്കായിരിക്കും. അതല്ലെങ്കിൽ കോളേജ് വഴി, അതായത് പ്രിൻസിപ്പളിന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് അത് ആക്റ്റീവ് ആക്കിയിട്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയ പാസ്വേഡ് ഏബിൾ ആക്കി തരികയൊക്കെ ചെയ്യാം. പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഈ മെയിൽ ഐ ഡി കൂടിയായിരിക്കും. അതായത് നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റ് കോപ്പിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക, വാല്യുവേഷൻ്റെ എന്തെങ്കിലും ഫണ്ട് കൊടുക്കുക, എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഈ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി കൂടിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന മൊബൈൽ നമ്പർ അല്ല, എപ്പോഴും ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ മെയിൽ ഐ ഡി, ഈ അഡ്രസ്സ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, ക്ലിയർ ആയിട്ട് കൊടുക്കണം. യൂണിവേഴ്സിറ്റിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഈ പ്രൊഫൈലിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൂടിയും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പാരന്റ് ഡീറ്റെയിൽസ്. പാരന്റ് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ ജോലി, അച്ഛൻ്റെ അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ സെയിം തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതായത് പാരന്റ് അഡ്രസ്സും പാരന്റിൻ്റെ പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. മെയിൽ ഐ ഡി ഒന്നും നിർബന്ധമില്ല. അതുപോലെ അമ്മയുടെ പേര്, അമ്മയുടെ ഓക്യുപ്പേഷൻ, അഡ്രസ്സൊക്കെ, ഫോൺ നമ്പർ, അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ ഒന്നും തന്നെയായാലും കുഴപ്പമില്ല. പിന്നെ ചില കുട്ടികൾ പറയും പാരൻസ്, അതായത് അച്ഛനോ അമ്മയോ മരിച്ചു പോയതാണ്, അപ്പോൾ അവരുടെ പേര് എഴുതുന്നത്. എന്തായാലും നിങ്ങൾ പേര് എഴുതണം. അച്ഛൻ്റെ പേര് എഴുതണം, അമ്മയുടെ പേര് എഴുതണം. ഓക്യുപ്പേഷൻ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൊബൈൽ നമ്പർ വേണം, സെയിം ആയാലും കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാർഡിയൻ ഡീറ്റെയിൽസ് ആണ്. ഗാർഡിയൻ ഡീറ്റെയിൽസ് മാൻഡേറ്ററി അല്ല, എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് എഴുതാം. അതായത് വല്ല ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മാൻഡേറ്ററി അല്ല. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബിടെക് അഡ്മിഷൻ ഇവിടെ എടുത്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ +2 ആണ് കൊടുക്കേണ്ടത്. അവിടെ ലെറ്റ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കൊടുക്കുക. എംടെക്കിന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എംടെക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ബിടെക് വരും. ഇപ്പോൾ MCAക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് BSc BCA കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ +2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ സയൻസ് സ്ട്രീം ആവാം, മാത്സ് ബയോമാത്സ് ആവാം, ഏത് സ്ട്രീമാണ് നിങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കേരള സിലബസിൽ പഠിച്ചവർക്ക് 2 HSC ഉണ്ട്, പിന്നെ PHSC ഉണ്ട്, CBSE ICSE, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. പിന്നെ ക്വാളിഫൈഡ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷം കോച്ചിങ് ക്ലാസ്സിന് പോയിട്ടായിരിക്കും ഇപ്പോൾ ജോയിൻ ചെയ്തില്ല. അങ്ങനെയുള്ളവർ ഈ വർഷം എഴുതുന്നത് ഏത് വർഷമാണോ നിങ്ങൾ +2 പാസ്സായത് ആ വർഷമാണ് നിങ്ങളുടെ ക്വാളിഫൈഡ് ഇയർ. ആ 1 വർഷത്തെ ഗ്യാപ്പ് നിങ്ങൾ കൂട്ടിയിട്ട് എഴുതരുത്. നിങ്ങൾ കഴിഞ്ഞ വർഷമാണ് എഴുതിച്ചാൽ കഴിഞ്ഞ വർഷമാക്കിയിട്ട് എഴുതുക. ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഉണ്ടായിരിക്കും. അതിൽ കേരള സിലബസുകാർക്ക് 1200 മാർക്ക്, ICSE CBSEക്കാർക്ക് 500 മാർക്ക്. അതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. CGPA ആവശ്യമില്ല, അത് എംടെക്കാർക്കും MCAക്കാർക്കാണ് CGPA വരുന്നത്. പിന്നെ അതിൽ ഫിസിക്സിലെ മാർക്ക് കൊടുക്കണം, കെമിസ്ട്രിയിലെ മാർക്ക് കൊടുക്കണം, മാത്സിലെ മാർക്ക്. അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും നിങ്ങളുടെ ഫിസിക്സ് +2ൻ്റെ മാർക്ക്, അതായത് കേരള സിലബസ് ആച്ച +2ൻ്റെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് ഉണ്ട്, അതാണ് എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് ടൈപ്പ്. അപ്പം നമ്മുടെ കോളേജിൽ സാധാരണ ഇപ്പോൾ 2 രീതിയിലുള്ള കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, 3 രീതിയിൽ. ഒന്ന് എൻട്രൻസ്, കേരള എൻട്രൻസ്, 2 JEE, ഒന്ന് എൻട്രൻസിൽ ക്വാളിഫൈഡ് ചെയ്യാത്ത കുട്ടികൾ, അവരാണ് NRI അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കേരള എൻട്രൻസിൽ വഴി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെന്ന് വെച്ചാൽ കേരള എൻട്രൻസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ റാങ്ക് കൊടുക്കുക. അതല്ല JEE വഴിയാണ് അഡ്മിഷൻ എടുത്തുകൊണ്ട് JEE എടുക്കുക, അവരവിടെ റാങ്ക് ആവില്ല, പെർസെൻറ്റേജ് ആവും, അത് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് എൻട്രൻസിൻ്റെ റാങ്ക് കൂടെ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൂടെ കൊടുക്കണം. എൻട്രൻസ് സ്കോർ എത്രയാണ് അതൊക്കെ നിങ്ങളുടെ ഡാറ്റാ ഷീറ്റിലുണ്ട്. എൻട്രൻസിൻ്റെ ഡാറ്റാ ഷീറ്റിൽ സ്കോറും ഉണ്ട്, റാങ്കും എല്ലാതും ഉണ്ട്. ആ ഡാറ്റ ഇതൊക്കെ മാൻഡേറ്ററി ഫീൽഡാണ്. ഇത് ഫുൾ നിങ്ങൾ എഴുതാൻ, നിങ്ങൾ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വെരിഫിക്കേഷന് ഹാർഡ് കോപ്പി കൊണ്ടിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പോകണം. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ തെറ്റാന്ന് കാണും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഈ മാൻഡേറ്ററി ഫീൽഡുകളിൽ ഈ റെഡ് കളറുള്ള ഇത് മുഴുവൻ അതാണ് മാൻഡേറ്ററി ഫീൽഡ്. അത് വളരെ കൃത്യമായി നിങ്ങൾ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രൂഫ് നോക്കിയിട്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. ഇനി അടുത്തത് ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എംടെക്കാരും MCAക്കാരൊന്നും ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് എഴുതേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടെ വേണ്ടത് ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, സ്കോർ കാർഡ്, അതൊക്കെ മതി. ഇതിപ്പം ബിടെക്കിൻ്റെ സ്റ്റൈലാണ് യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ളത്. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് വന്നിട്ടുള്ളത്. എംടെക്കാരും MCAക്കാരും അതുപോലെ തന്നെ ലെറ്റുകാരും ഈ ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് അറ്റാച്ച്മെന്റ് ആണ്. ഈ അറ്റാച്ച്മെന്റ് മാൻഡേറ്ററി ആണ്. കണ്ടില്ലേ, ചുവന്ന റെഡ് ലെറ്ററിലെ കാണുന്നത്, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അതായത് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നില്ലേ, ഇവിടെ സർട്ടിഫിക്കറ്റ്, അതായത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ബിടെക്കാർ ഉദ്ദേശിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ബിടെക് റെഗുലർ കുട്ടികൾ. മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് +2 മാർക്ക് ലിസ്റ്റ്. ഇത് PDF ഫോർമാറ്റ് 1 MB താഴെ ആയിരിക്കണം. എൻട്രൻസ് സ്കോർ കാർഡ് വെക്കാനുണ്ട്. അതായത് മാനേജ്മെന്റ് ആൻഡ് മെറിറ്റ് അഡ്മിഷൻ നേടിയവർ ഇവിടെ എൻട്രൻസ് സ്കോർ കാർഡ്, അതായത് ഡാറ്റ ഷീറ്റ് കീം വഴിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഡാറ്റ ഷീറ്റും JEE വഴി വരാണെങ്കിൽ സ്കോർ കാർഡും വെക്കണം. ഇവിടെ NRI കുട്ടികൾ ഇവിടെ വെക്കേണ്ടത് അവരുടെ NRI അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ലേ, അതായത് പാസ്പോർട്ടിന്റെ കോപ്പി ആൻഡ് വിസയുടെ കോപ്പി, അതാണ് അവരുടെ അല്ല. അവർ അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെയാണോ പാസ്പോർട്ടിന്റെ കോപ്പിയും പിന്നെ വിസയുടെ കോപ്പിയും അതിവിടെ ഒപ്പം സ്കാൻ ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെ CBSE കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു പാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. 10th ഉണ്ടാവും, +2 ഉണ്ടാവും. അപ്പോൾ അവർ അത് രണ്ടും ഒന്നിച്ച് സ്കാൻ ചെയ്യുക. അതല്ലാതെ സർട്ടിഫിക്കറ്റ് മാത്രം, അതായത് മാർക്ക് ലിസ്റ്റ് മാത്രം വെച്ചാലും കുഴപ്പമില്ല. വേണമെന്ന് വെച്ചാൽ രണ്ടും ഒന്നിച്ച് സ്കാൻ ചെയ്ത് വെക്കാം. ഇനി SC ST OEC ഡോക്യുമെന്റ് പ്രൂഫ്, അതായത് SC ST OEC കുട്ടികൾ മാത്രം അത് വെച്ചാൽ മതി. അതില്ലാത്തവർ അത് വെക്കണതില്ല. പിന്നെ അതർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. വെക്കണത് യാതൊരു നിർബന്ധമില്ല. ഇനി ഏജ് പ്രൂഫ് അല്ലെങ്കിൽ നെയിം പ്രൂഫ് സർട്ടിഫിക്കറ്റ്, അത് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC ബുക്കാണ് വെക്കേണ്ടത്. ഇതും എന്തായാലും അപ്പോൾ ഇവിടെ നമ്മൾ SSLC ബുക്ക് SSLC സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇവിടെ വെക്കുക. ഏതാണോ ഫയൽ എടുക്കുക അത് ബ്രൗസ് ചെയ്തിട്ട് ആ ഫയൽ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്. എല്ലാതും സർട്ടിഫിക്കറ്റിൻ്റെ ഫയൽ നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ബ്രൗസ് ചെയ്തെടുത്തിട്ട് ഇവിടെ വയ്ക്കുക. അതുപോലെ മാർക്ക് ലിസ്റ്റ് വയ്ക്കുക. എൻട്രൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഡാറ്റ ഷീറ്റാണ്. SC ST OECയുടെ ഡോക്യുമെൻ്റ് അങ്ങനത്തെ കുട്ടികൾ മാത്രം വെച്ചാൽ മതി. ആ കാറ്റഗറി വിട്ടുന്ന കുട്ടികൾ മാത്രം വയ്ക്കുക. പിന്നെ ഇവിടെ ഏജ് പ്രൂഫ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യണതും പേര് പ്രൂവ് ചെയ്യണ സർട്ടിഫിക്കറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ പ്രൊഫൈല് വീണ്ടും വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫീൽഡുകളും, നിങ്ങൾ കൊടുത്ത എല്ലാ ഫീൽഡുകളും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോളേജിലേക്കാണ് എത്തുക. കോളേജിൽ ഒന്നും കൂടി വെരിഫിക്കേഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റായ ഡാറ്റ അല്ലെങ്കിൽ ഡോക്യുമെൻ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ അത് നിങ്ങൾക്ക് ബാക്ക് അടിച്ചു തരാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ബാക്ക് ടു സ്റ്റുഡൻ്റ് ഒരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് ബാക്ക് അടിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു കറക്ഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്താൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കോളേജ് സബ്മിറ്റ് ചെയ്യും. ആ കോളേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും തെറ്റുണ്ട്, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ മാർക്ക് തെറ്റിപ്പോയി, സ്കോർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ ബിടെക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി എംടെക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ അവരുടെ ബിടെക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല, അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യും. അതുപോലെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ 1 മുതൽ 8 വരെയുള്ള സെമസ്റ്റർ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് വെക്കണം. അതിൽ നല്ലത് കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ്.
പിന്നെ എൻട്രൻസ് സ്കോർ കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പലർക്കും ഉണ്ടാവില്ല എംടെക്കാർക്ക്. പക്ഷേ MCAക്കാർക്ക് നിർബന്ധമായിട്ടും വേണം. MCAക്കാർ ഇവിടെ ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. ഇവിടെ മാർക്ക് ലിസ്റ്റ് ഇതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. എൻട്രൻസ് സ്കോർ കാർഡ് അവർക്ക് എല്ലാവർക്കും സ്കോർ കാർഡ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ SC/ST കുട്ടികൾ എന്താ വെച്ചാൽ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രൂഫ് വയ്ക്കുക. ഇവിടെ ഇവിടെ MCAക്കാർ ഇവിടെ അവരുടെ SSLC അല്ലെങ്കിൽ MTech-കാർ SSLC ബുക്ക് വയ്ക്കണം. കാരണം അവരുടെ ഏജ് പ്രൂവ് ചെയ്യണ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ഡാറ്റ ഒന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ എന്തായാലും ഇവിടെ SSLC ബുക്ക് എന്തായാലും വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സേവ് ആൻഡ് സബ്മിറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ KTUവിൻ്റെ പ്രൊഫൈല്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് തെറ്റിപ്പോയാൽ, അഥവാ നിങ്ങളുടെ പാസ്വേഡ് തെറ്റിപ്പോയിന്നേക്ക് 2 പ്രാവശ്യം തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുറച്ച് നേരം മിണ്ടാതിരിക്കുക. 1-2 മണിക്കൂർ ലോഗിൻ ചെയ്യാൻ ഇരിക്കേണ്ട. അത് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. അഥവാ ഡിസേബിൾഡ് ആയി എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂണിവേഴ്സിറ്റി നമുക്കത് ഏബിൾ ആക്കി തരും. പിന്നെ നല്ല റഷായി എല്ലാ കുട്ടികളും കയറി ഇരിക്കുന്ന സമയം, അതായത് സൈറ്റ് വളരെ റഷായ സമയത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്, ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾഡ് ആക്കും. യൂണിവേഴ്സിറ്റി ഡിസേബിൾഡ് ആക്കും. അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ 24 മണിക്കൂർ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവും. അതൊന്നും ആയിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ല, നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളുടെ മെയിലിലേക്ക് വന്നില്ല, ഒന്നുമില്ലെങ്കിൽ മാത്രമാണ് പ്രിൻസിപ്പളിന് മെയിൽ അയക്കേണ്ടത്. എൻ്റെ പാസ്വേഡും ഡിസേബിൾഡ് ആയി അല്ലെങ്കിൽ മറന്നുപോയി, എനിക്ക് പുതിയ പാസ്വേഡ് ആക്കി തരുമെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന് അത് പ്രിൻസിപ്പളുടെ ID കോളേജിന് അത് മാറ്റിത്തരാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഓക്കെ.